അപ്പോൾ HRMൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ. എന്താണ് ഇൻഡക്ഷൻ? നിങ്ങളിപ്പം കോളേജിൽ ഫസ്റ്റ് വന്ന ദിവസം ഓർക്കുക, നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇല്ലായിരുന്നു. എന്താണ് ആ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ചെയ്തിരുന്നത്? അതായത് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് മെൻ ടു ഹെൽപ്പ് ദ ന്യൂ വൺസ് ടു സെറ്റിൽ ഡൗൺ ക്വിക്ക്ലി ഇൻ ടു ദി ന്യൂ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പം എ ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അപ്പം അതിൻ്റെ ആ ഒരു പേടി മാറ്റാൻ ഹി ഫീൽസ് എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഫിയർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്? മെയിൻലി ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഒരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് റിക്രൂട്ടഡ് എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ. അതായത് ന്യൂ എംപ്ലോയീസ് ഇസ് നോട്ട് ഫെമിലിയർ വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റാഫ്, therefore it is necessary to introduce the employee to the organization and to the job. Okay, അപ്പം ഈ ഇൻഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അക്വൈൻറ്റിങ് ദ ന്യൂ എംപ്ലോയീസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് കൾച്ചർ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദി ന്യൂ ഓർഗനൈസേഷൻ. മൈക്കൽ ആംസ്ട്രോങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് ഇൻഡക്ഷനെ കുറിച്ചിട്ട്. Induction as the process of receiving and welcoming an employee when he first joins a company and giving him basic information he needs to settle down quickly and happily and start work. This is the definition given by Michael Armstrong. അപ്പോൾ ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. അപ്പം ഇൻഡക്ഷൻ പ്രോഗ്രാം ഈസ് ഓൾസോ നോൺ ആസ് ഓറിയൻറ്റേഷൻ ഓർ സോഷ്യലൈസേഷൻ ഓഫ് ന്യൂ എംപ്ലോയീസ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡക്ഷൻ. അപ്പം പ്രോപ്പർ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എനേബിൾസ് എ ന്യൂ എംപ്ലോയി ടു ഗെറ്റ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് ടു ഡെവലപ്പ് ഓവറോൾ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ജോബ്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? First one, to familiarize the new employees with the new surroundings, rules and regulations of the organization. അതായത് to make the employees familiar with the new organization, its people, place and work environment. Second objective is to create a sense of belonging to the organization among new employees. ഈ പുതിയ എംപ്ലോയീസ് വന്നിട്ടുണ്ട്, അവരും ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് അവർക്കൊരു തോന്നലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്. ദെൻ തേർഡ് വൺ, ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. നമ്മളിപ്പോൾ പുതുതായി ചെല്ലുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ലെങ്കിൽ ആകെ ഒരു ഇതാണ്. അപ്പം അവർക്കൊരു എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഈ ഓർഗനൈസേഷനെ കുറിച്ചും ഇവിടുത്തെ എല്ലാ രീതികളും അറിയാം എന്നുള്ളത് ഒരു അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം, ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. ദെൻ ടു ഹെൽപ്പ് ദ ന്യൂ കമർ ടു ഓവർകം ഷൈനസ് ആൻഡ് ഫിയർ. പെട്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അവർക്കൊരു മടിയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനൊക്കെ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അതായത് പരസ്പരം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ മടിയൊക്കെ മാറ്റുക, ഷൈനസ്. ദെൻ ടു ക്രിയേറ്റ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആൻഡ് ന്യൂ വൺസ്. Then again to provide information about the location of cafeteria, toilet, റെസ്റ്റ് റൂം എക്സെട്ര. നിങ്ങൾ കോളേജിൽ വന്നപ്പം ക്യാമ്പസ് ടൂർ ഉണ്ടായിട്ടില്ലായിരുന്നു? എവിടെയാണ് നമ്മളെ ക്യാൻറ്റീൻ, എവിടെയാണ് ക്ലാസ് റൂംസ് എന്നൊക്കെ അറിയാൻ വേണ്ടി. അതേപോലെ തന്നെ എന്ത് കൊടുക്കുക, എംപ്ലോയീസിന് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി ലൊക്കേഷൻ ഓഫ് കഫ്റ്റീരിയ, ടോയ്ലറ്റ്, റെസ്റ്റ് റൂം എക്സെട്ര. പിന്നെ അപ്പാർട്ട് ഫ്രം ദിസ്, new employee is able to know the following matters due to induction and orientation. എന്തൊക്കെ അറിയാൻ പറ്റും? ഹിസ്റ്ററി, പ്രോഡക്റ്റ് ആൻഡ് മേജർ ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. ദെൻ ജോഗ്രഫി ഓഫ് ദ പ്ലാന്റ്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദെൻ വേജ് പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, വർക്കിംഗ് അവേഴ്സ്, ഓവർ ടൈം, സേഫ്റ്റി, അതേപോലെ യൂണിഫോം അലവൻസ്, അങ്ങനെ എന്തൊക്കെയാണ് യൂണിഫോംസ് ഉണ്ടോ, അതേമാതിരി ആക്സിഡൻറ്റ്സ്, ഡിസിപ്ലിൻ ആൻഡ് ഗ്രീവാൻസസ് എക്സെട്ര. അതായത് ആ ഓർഗനൈസേഷനിൽ എന്തെല്ലാം ഉണ്ടോ അതിനെക്കുറിച്ചിട്ടെല്ലാം. Then recreation services available
ആൻഡ് അതർ ഫെസിലിറ്റീസ്. അപ്പോൾ ഇത്രയും ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് കമ്പനി എന്ത് കൊടുക്കുന്നത്, ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസിന് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്. അതാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ ടു സോർട്ട് ഔട്ട് ദ ആൻസൈറ്റി ഓഫ് റിക്രൂട്ടഡ് പേഴ്സൺ, ടു എൻഷുർ ഇഫക്റ്റീവ് ഇൻറ്റഗ്രേഷൻ ഓഫ് സ്റ്റാഫ്, then history and introduction of founders, then understand the standards and rules of the organization, introduction to the company department and its personal structure. ഇനി ആരാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. കോളേജിലാവുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആദ്യം പ്രിൻസിപ്പളിൻ്റെ വക ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഓരോരുത്തരായിട്ട് എന്തൊക്കെ നമ്മളെ കോളേജിൽ നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ചിട്ട്, ഇപ്പം NCC, NSS അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലബ്സ്, അങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഫസ്റ്റ് ഇയറിലായപ്പോൾ. അതേപോലെ തന്നെയാണ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസിനും കൊടുക്കുക. അപ്പോൾ ഈ ഇൻഡക്ഷൻ 2 തരത്തിലാണ് വരുന്നത്. ഇറ്റ് ഈസ് ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു 2. Induction done by personal department and induction done by supervisor. അപ്പം പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈസ് ഓൾ സോർട്ട്സ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്പനി ടു എ ന്യൂ എംപ്ലോയി. പിന്നെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് സൂപ്പർവൈസർ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി ഫോളോസ് എൻ ഇൻഡക്ഷൻ പ്രൊസീജിയർ. അയാൾക്ക് അയാളുടേതായൊരു രീതി ഉണ്ടാവും. അതിൽ ആദ്യം അയാൾ എന്താ ചെയ്യും, ഗ്രീറ്റ് ദ ന്യൂ കമ്മർ കോർഡിയലി, then supervisor tells about the duties of the newcomer, then gives an explanation about his job and job superiority with other jobs. Then the newcomer is introduced among the existing employees, and he also explains the newcomer about the available training facilities. ഇയാൾ കൊടുക്കുന്ന ഇത് കൂടാതെ ഇനി എന്തൊക്കെ ട്രെയിനിങ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, ഇത്രയും കാര്യങ്ങൾ സൂപ്പർവൈസർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ 2 തരത്തിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇൻറ്റേർണൽ മൊബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓർ ജോബ് ചേഞ്ചസ് ആണ്. അത് നാളെ എടുക്കാം.